സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ ഒരു വ്ളോഗായിട്ട് വന്നു. സത്യം പറയുകയാണെങ്കിൽ 2-3 ദിവസം പിന്നെ ഇടക്ക് വെച്ച് അത് റീസൺ ഉണ്ട്. ഞാൻ വ്ളോഗ് ഇടുന്നില്ലെങ്കിൽ ആ 3 ദിവസം 2-3 ദിവസം ഞാൻ മെയിൻ ചാനലിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. അപ്പോൾ മെയിൻ ചാനലിൽ ഞാൻ ഇപ്രാവശ്യം ഹോണ്ടഡ് പ്ലേസിൽ പോയി. ഹോണ്ടഡ് ഹോട്ടലല്ല, ഹോണ്ടഡ് പ്ലേസിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഇന്നലേക്ക് എത്തിയതേ ഉള്ളൂ. പക്ഷേ എപ്പോഴും ഹോണ്ടഡ് പ്ലേസിൽ പോയി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും. അത് ഇപ്രാവശ്യം നടന്നു. അത് ആദ്യം ഞാൻ എൻ്റെ ഇതൊന്നും പറയുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനല്ല എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു കൂട്ടുകാരനാണ്. അവൻ പുതുതായിട്ട് ഞാൻ ആ വീഡിയോക്കായിട്ട് ആഡ് ചെയ്തതാണ്. അവന് തന്നെ പണി കിട്ടി വീട്ടിലെത്തിയപ്പോൾ. എനിക്കും പണി കിട്ടി. എൻ്റെ എന്ത് പറയേണ്ടത്, അവനെ വീട്ടിൽ ചെല്ലുമ്പോൾ അവനെ കൊണ്ട് പറയിപ്പിക്കാം. എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാക്കിനകത്ത് വെള്ളം കയറിയെന്ന് തോന്നുന്നു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. വണ്ടിക്കകത്ത് ഇരുന്ന സാധനമാണ്. ഒറ്റയടിക്ക് സ്പീക്കറിൽ നിന്നൊക്കെ ഈ അരപ്പ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സൗണ്ട്, വെള്ളം കയറാൻ നേരത്ത് മൊബൈലിൽ നിന്ന് സൗണ്ട് വരത്തില്ല, ആ ഒരു സൗണ്ട്. അത് വീഡിയോ കഴിഞ്ഞ് തിരിച്ച് വരുന്നില്ലേ, വരുന്ന 1-2 മണിക്കൂർ എടുത്തില്ല. അപ്പോൾ ഓണാക്കി നോക്കിയപ്പോൾ ആ സൗണ്ടായിരുന്നു. കൊള്ളാം. എടാ സൗണ്ട് ഇടുന്നാ? ഞാൻ അല്ലാതെ വീഡിയോ ഒക്കെ ഇടാൻ കൊടുക്കുന്ന സൗണ്ടാണല്ലോ. ഇപ്പം എന്ത് പറ്റി? പോയതപ്പം വീട്ടിൽ തിരിച്ചെത്തിക്കേണ്ടി എനിക്ക് കറണ്ട് ബില്ലും കിട്ടി. ഇത് പിന്നെ അതിനകത്തോട്ട് ആ ഒരു ഇതിലോട്ട് കമ്പയർ ചെയ്യേണ്ട. എന്നാലും ഈ ഒരു ചെറിയ വീടിന് എത്ര കറണ്ട് കാണും? 1-2 മുറിയും കണ്ടൊക്കെ ഉള്ളൂ. ഇത്രയൊന്നും കാണത്തില്ല അല്ലേ? എത്ര ഗസ് ചെയ്യുന്നു? 12,521 is the price, man. എന്താ പറ, എല്ലാരും പറ എങ്ങനെ എക്സ്പീരിയൻസ് ആയിരുന്നു? നടന്നെന്ന് പറ, എന്ത് പറ്റിയത്? രാവിലെ എന്റെ വണ്ടിയെല്ലാം കംപ്ലൈന്റ് ആയി. അത്ര ഉള്ള വണ്ടി ഇടക്കിടക്ക് അമ്മ ഇന്നലെ പെടച്ചന്തല്ലി ഇവിടെ വീണ് സ്റ്റെപ്പേല് ഡെയിലി കയറുന്ന അമ്മ. അപ്പോഴേ മനസ്സിലായി. ഞാൻ ആലോചിച്ച് നമ്മുടെ എന്താണ് ആൽഫ്രഡിനും എഡിറ്ററിനും അതൊക്കെ ചോദിക്കുക. അല്ലേ അവന്മാരല്ലേ ഫസ്റ്റ് തന്നെ വിളിച്ചു പറയണ. ആൽഫ്രഡ് അന്ന് തന്നെ വിളിച്ചു പറഞ്ഞു എന്റെ ബസ് കെട്ടി ഓരോ ദുരന്തം പറയാൻ തുടങ്ങി. പിന്നെ കൂടെ വന്ന പയ്യൻ പറയാണ് അതൊക്കെ അവന്റെ ചോദിക്കുക. അവൻ പറഞ്ഞോളൂ, അവന്റെ അങ്ങോട്ട് പോവല്ലേ. ഓരോരോ ദുരന്തങ്ങൾ വന്നിരുന്നു. കയ്യിലാണ് തട്ടിയത് എഡിറ്ററിന്റെ. എന്നാലും തട്ടി. പിന്നെ അവനും കുറച്ചൊക്കെ സംഭവിച്ചു. മെയിൻ ഒരു പുതിയ പയ്യൻ വന്നായിരുന്നു, അവനും സംഭവിച്ചെന്ന് കേട്ട് വന്ന ദിവസം തന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോ ബോയ്സ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോയില്ല. ഞാൻ വീട്ടിൽ തന്നെ തിരിച്ചു വന്നു. പിന്നെ എന്ത് ചെയ്യാൻ, അവൻ വീട്ടിലോട്ട് പോകേണ്ട ആവശ്യം വന്നില്ല. അവൻ തന്നെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. ഇതേ പയ്യൻ. അപ്പം അവരൊക്കെ പറ എന്തോ പറ്റിയെന്ന്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ എക്സ്പീരിയൻസ്, ഓരോ ആളുടെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യിപ്പിക്കുക. എന്റെ കാർ അടിച്ചു പോയി വന്ന ദിവസം തന്നെ. അവര് തള്ളുവാണെന്ന് പറഞ്ഞാല് തള്ളുവാണ് വന്ന് വണ്ടി വെക്കാൻ പറ. അത് വണ്ടി കൊണ്ട് അവന്റെ സ്റ്റാർട്ടർ മോട്ടറിന് ഒരു കംപ്ലൈന്റ് വന്നേ. അത് പിന്നെ റീപ്ലേസ് ചെയ്ത്. അതിന് പിന്നെ ഈ വണ്ടിയിൽ പെട്രോൾ നിക്കുന്നില്ല. ഒരു പിടുത്തവും ഇല്ല. എന്ത് പറ്റി? എന്തായാലും നീ റെഡിയാക്കി. അതിന് എന്റെ കൂട്ടുകാരൻ ഇപ്പൊ ആക്സിഡന്റ്. അവനെ കാണാൻ പോയിട്ട് വന്ന്. ഇതൊക്കെ വെറുതെ നിമിത്തോ ട്രെയിനറേട്ടന്റെ അമ്മ അടിച്ചെന്തില് വീണ്. അതുകൊണ്ട് ഇന്നലെ ട്രെയിനറേട്ടന്റെ വണ്ടിക്ക് എന്തോ പ്രശ്നം പറ്റി. എനിക്കറിയത്തില്ല. ഓരോന്നോരോന്ന് കിട്ടാൻ തുടങ്ങി. ഇതിപ്പം കേട്ടല്ലോ, വലുതായിട്ടും സംഭവിച്ചിട്ടൊന്നും ഇല്ല. അവർക്കൊരു ജസ്റ്റ് ഡിലൂഷനിലാണ് എല്ലാം തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. പക്ഷെ വേറൊരു കാര്യം ഇപ്പോൾ കാണിച്ചു തരാം. ഇവന്മാർക്കെ ഇപ്പോൾ കാണിച്ചിട്ടില്ല. ഇപ്പോൾ കാണിക്കുക. ഞാനിപ്പോൾ ഒരു ഉച്ചയായപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതിനകത്തുനിന്നൊരു സബ്സ്ക്രൈബർ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നു. ആ സ്ക്രീൻഷോട്ട് അവൻ ഇൻഫ്രാറെഡ് കൺവേർട്ട് ചെയ്തിട്ട് അയച്ചു തന്നു. അപ്പോൾ അതിനകത്ത് ഉള്ള ഞാൻ കാണിക്കാം. പേരൊന്നും കാണിക്കുന്നില്ല, പക്ഷെ ഇൻഫ്രാറെഡ് കൺവേർട്ട് ചെയ്ത് അത് കണ്ടാ. അത് എന്റെ കയ്യും കാലും മറക്കുന്ന കേട്ടെ. എനിക്കൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നത്. ഞാൻ വീട്ടിൽ പോവാ, എനിക്ക് പേടിയാ. അതൊക്കെ തോന്നുന്നേടാ. അത് വെറുതെ ആൾക്കാർക്കൊരു ഇതാ അവൻ എന്തിനാ ഇങ്ങനെ അയച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇൻഫ്രാറെഡിൽ ഇതൊരു മുഖം കണക്കുണ്ട് കാണുമ്പോ. മുഖം കണക്കാ? ഒരു ചേച്ചിയല്ല അവിടെ സാരി ഉടുത്തിരിക്കുന്നത്. മുഖം കണക്കുണ്ടത്. അത് പ്രേതം. കറക്റ്റ് സുമതി അത്. ഇനി നിങ്ങളെല്ലാം വിചാരിക്കും ഞാൻ സ്ക്രിപ്റ്റ് അടിക്കുവാണെന്നല്ല. ഇത് വേറൊരു സബ്സ്ക്രൈബർ തന്നെ അയച്ചു തന്നിട്ട് പറഞ്ഞതാ. ബോയ്സ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ട്രെയിനറിനെ ഇപ്പോൾ വിളിച്ച് നമുക്കിത് കാണിക്കാം. അവനിപ്പോൾ ഇൻസ്റ്റമാർട്ട് ഓടുന്നുണ്ട് എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനിപ്പോൾ ഓട്ടത്തിലാണ് രാത്രി. അപ്പോൾ എന്നാലും അവൻ വരട്ടെ, നമുക്ക് അപ്പോഴത്തേക്ക് കഴിച്ചിട്ട് ഇറങ്ങാം. ജീവനുണ്ട്. കഴിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അവനെ അറിയിക്കുക എന്താണെന്നുള്ളത്. അവൻ്റെ റിയാക്ഷനാണ് നോക്കുന്നത്. ബോയ്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ട്രെയിനർ ഇപ്പോഴും വന്നിട്ടില്ല. അവന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും എത്തട്ടെ, നമുക്കപ്പം കാണിക്കാം അവൻ എന്താ റിയാക്ഷൻ എന്ന് നോക്കാം. ബോയ്സ്, അപ്പോൾ നമ്മൾ ഇൻസ്റ്റമാർട്ടിനോട് വന്നിരിക്കുകയാണ്. വണ്ടിയൊക്കെ വരുന്ന സ്വിഗ്ഗിയുടെ. ട്രെയിനർ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. അതെന്താണ് 40,000 രൂപ ഒരു മാസം വേണമെന്ന്.
അന്ന് എൻ്റെക്ക് ഇവൻ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു. അവൻ ഞാൻ അറിഞ്ഞ് അവൻ ഓൾറെഡി ഒരു ജോലി ഉള്ളതാണ്. അപ്പോൾ ഈ ജോലിയും കൂടി രണ്ടോട് കമ്പൈൻ കണ്ട് പൊട്ടിക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. നോക്കാം എന്തായാലും. ഇപ്പോൾ അവൻ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് നോക്കാം എന്തായാലും. ഇപ്പോൾ അത് തൽക്കാലം നമുക്ക് അവന് ആദ്യം ഫോട്ടോ കാണിക്കും. അവൻ എത്തിയിട്ടില്ല, എന്തായാലും വെയിറ്റ് ചെയ്യുക. ഓർഡർ എടുക്കുന്ന ആളെത്തിയില്ല, അടുത്ത അടിക്കുന്നു ഇവിടെ വന്നില്ല വേറെ ഇത്. അവൻ ബിസി, ഇതേ അവൻ പോകുന്നു പണിയെടുക്കുന്നു. എന്തുവാടേ, എപ്പോൾ ഫ്രീ ആവും? ഒരു 5 ഓർഡറും കൂടെ കഴിഞ്ഞാൽ സെറ്റായി. ബോയ്സ് അപ്പം 500 രൂപയ്ക്ക് ഇവന് എന്തുവാ ആം റെസ്ലിംഗ് ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. 100 ഉള്ള 100 രൂപയൊക്കെ ഉള്ളു, അവൻ്റെ 100 രൂപയേ ഉള്ളു. ബോയ്സ് എന്ത് പറ്റും നോക്കാം. കമോൺ കമോൺ. അവന്റെ കൈ ഒടിക്കാൻ നോക്കുമായിരുന്നു നീ. അപ്പൊ 100 രൂപ. ദൈവം പിടിക്കും. രണ്ടാമത്തെ മാച്ച് 3, 2, 1 ഗോ. എന്ത് നടക്കുന്നു ഇവിടെ? ഇവനെ കണ്ടു, ഇവൻ സ്ട്രോങ് ആയിരുന്നു. അത്രയും വലുതായിട്ട് ഇവന് നല്ല മത്തങ്ങ പോലത്തെ കൈയാണ്. അന്ന് പഠിച്ചു വരുവാണെങ്കിൽ സൂപ്പർ ആവും. അവൻ ആം റെസ്ലർ. നിങ്ങൾ ആം റെസ്ലിംഗ് എന്ന് പറഞ്ഞ ആർക്കില്ല. എല്ലാരെയും അവൻ തോപ്പിച്ചു കിട്ടും. എന്ത് ചെയ്യാൻ, അവൻ പ്രൊഫഷണൽ ആണ്. ഇത്ര കുഞ്ഞാണ് ഇത്. ഇതുണ്ടാ ഈ സ്പേസ് വള്ളിയാണ് ഞാൻ വെച്ചേക്കുന്നുണ്ടാ. ഞാൻ ഇങ്ങനെ വിളിക്കുന്നു, ഇങ്ങനെ മാക്സിമം കയറി. അവൻ പൊങ്ങത്തില്ല എന്തായാലും. ഇല്ല പൊങ്ങത്തില്ല. എന്നെ ആംഗിളാ ഇത്. ഈ ആംഗിൾ പൊങ്ങാന്ന് നടക്കത്തില്ല. റൈറ്റ്. അത് ഭയങ്കര ആംഗിള്. ഇപ്പറേ വരാമോ? അത് പിടിക്കാറില്ല അങ്ങനെ തള്ളിക്കഴിഞ്ഞ. അങ്ങനെ ചേട്ടൻ കയറണം. എന്ത് കയ്യത്. Oh damn man, I lost for that one man. Oh that was hard. ഇതെന്ത് പറ്റത്തില്ല. ആം റെസ്ലിംഗ് നടന്നുകൊണ്ടിരിക്കും. അയ്യോ, നമ്മൾ വേറൊരു കാര്യത്തിനാണ് വന്നിരുന്നത്. അപ്പം അന്ന് നമ്മൾ ഇതിനൊന്നും അല്ല. എൻ്റെ ഒരു സബ്സ്ക്രൈബർ നീ ബ്ലഡി മേരി കളിക്കുന്ന സമയത്ത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഇൻഫ്രാറെഡ് ആക്കി ഫോട്ടോ അയച്ചു തന്നു. ഇതാണ് അവൻ പറയുന്നത് വെച്ചാൽ ഇത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാറില്ല. ഇങ്ങനത്തെ ഒരു നാക്ക് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളവർക്ക് വീട്ടിൽ കൊണ്ടാക്കും കാണാവുന്നത്. അപ്പം എനിക്ക് കിട്ടിയില്ലേ, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടില്ലേ? അല്ല, ഇത് നിന്റെ മേത്ത് തന്നെ എന്തിനു വന്നേ? ഏത് സ്ക്രീൻഷോട്ട് വല്ലാണ് എടുത്തുണ്ടാക്കായിരുന്നു. നിന്റെ തന്നെ തപ്പി പിടിച്ചുണ്ടാക്കി. 1329 പ്ലസ് 38 ട്രിപ്പ് ബോണസും ഉണ്ടല്ലേ. പിന്നെ 500 രൂപ ബോണസ് 550. അപ്പൊ നമുക്ക് വിടാം.